തുർക്കിഷ് കമ്പനിക്കെതിരെ നടപടിയുമായി കേന്ദ്രം. സെലബി എയർപോർട്ട് സർവീസസ് കമ്പനിയുടെ സുരക്ഷാ ക്ലിയറൻസ് കേന്ദ്രം റദ്ദാക്കി. വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് നടത്തുന്ന കമ്പനിയാണ് സെലബി എയർപോർട്ട് സർവീസസ്. തുർക്കി സർവകലാശാലകളുമായുള്ള ധാരണാപത്രങ്ങൾ JNUവും ജാമിയ മിലിയയും റദ്ദാക്കിയിരുന്നു. വിവരങ്ങളുമായി PR അരവിന്ദ് ഉണ്ട്. അരവിന്ദ്, എന്താണ് കേന്ദ്രത്തിന്റെ ഈ നടപടിക്ക് പിന്നിൽ? അതിലെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം തുടർന്ന പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് പരോക്ഷമായ പിന്തുണ തുർക്കി പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും ഇതിന് പിന്നാലെ ഇപ്പോൾ തുർക്കി കമ്പനികൾക്കെതിരെ കൂടുതൽ നിലപാടുകൾ ഇന്ത്യ കടുപ്പിക്കുകയാണ്. ഇപ്പോൾ തുർക്കിഷ് കമ്പനിക്കെതിരെയാണ് ഇപ്പോൾ നടപടിയുമായി കേന്ദ്രം മുന്നോട്ട് വന്നിരിക്കുന്നത്. സെലബി എയർപോർട്ട് സർവീസ് കമ്പനിയുടെ സുരക്ഷാ ക്ലിയറൻസ് ഇപ്പോൾ കേന്ദ്രം റദ്ദാക്കിയിരിക്കുകയാണ്. വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് നടത്തുന്ന കമ്പനിയാണ് സെലബി എയർപോർട്ട് സർവീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തുർക്കിഷ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ അഫിലിയേഷൻ ഇപ്പോൾ ജാമിയ റദ്ദാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഇത്തരത്തിൽ സമാനമായ നിലപാട് മറ്റ് സർവകലാശാലകളും എടുത്തിരുന്നു. DU അടക്കമുള്ള സർവകലാശാലകൾ ഈ തുർക്കി സർക്കാരിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളുമായുള്ള ധാരണാപത്രങ്ങൾ സസ്പെൻഡ് ചെയ്തിരുന്നു. എന്തായാലും ജാമിയ കൂടി സമാനമായ രീതിയിലുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പല BJP സംഘപരിവാർ സംഘടനകളും ഇത്തരത്തിൽ തുർക്കി ബഹിഷ്കരണം നടത്തണമെന്ന ആഹ്വാനം നൽകിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് കേരള BJP അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. തുർക്കിയെ ബഹിഷ്കരിക്കുന്നത് സ്വാഭാവികമായ ഒരു പ്രതികരണം മാത്രമാണ്. ഇത്തരത്തിൽ പാകിസ്ഥാനെ പരോക്ഷമായി രാജ്യം പിന്തുണച്ചിരുന്നു. തീവ്രവാദത്തെയാണ് തുർക്കി പിന്തുണയ്ക്കുന്നതെന്ന് തന്നെ രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതുകൂടാതെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ കർഷകരടക്കം ഇത്തരത്തിൽ തുർക്കി സാധനങ്ങൾക്ക് ഇന്ത്യയിൽ വിലക്ക് ഏർപ്പെടുത്തണം, അതുപോലെ തന്നെ തുർക്കിയുമായി യാതൊരുവിധ സഹകരണവും പാടില്ല എന്നൊരു ആവശ്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ചെറിയ രീതിയിലുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, തുർക്കിഷ് കമ്പനിയുടെ സുരക്ഷാ ക്ലിയറൻസ് കേന്ദ്രം റദ്ദാക്കിയിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത് PR അരവിന്ദാണ്.